ഈ ലോകം അവസാനിക്കുകയില്ല സഅബ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് ഒരാളെങ്കിലും ഈ ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായാൽ ഈ ലോകം അവസാനിക്കൂല. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹ് എന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ എത്തുമല്ലോ, കാരണം മോമിനികൾ മരിക്കും, പിന്നെ ആരാ അള്ളാഹ് എന്ന് പറയാൻ? ഈമാനുള്ളവരൊക്കെ അങ്ങ് മരിക്കാൻ. അവർക്ക് നല്ല കാറ്റ് പറഞ്ഞയച്ചിട്ട് ആ കാറ്റിലൂടെ തന്നെ അവർ മരിക്കും. പിന്നെ ഏറ്റവും മോശപ്പെട്ടവരാ അള്ളാഹ് എന്ന് പറയൂലല്ലോ. അതുകൊണ്ടല്ലേ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ റാത്തീബ് ശ്രദ്ധിച്ചവരുണ്ടോ? അതിൻ്റെ അവസാനം എല്ലാവരും ബഹുമാന ആദരവ് വെച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിളിക്കുകയാണ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ്. അല്ലേ? എല്ലാവരില്ലേ? അതോ ഫുഡിൻ്റെ സമയത്ത് കയറി ചെല്ലലോ ഉള്ളോ? പൊറോട്ടയും ബീഫ് അടിക്കുക, നെയ്ച്ചോറ് അടിക്കാൻ മാത്രമാണോ? അല്ല, ചെല്ലാൻ കയറും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എന്നാന്ന് ചെല്ലിക്ക, എല്ലാ മോമിനികളൊന്നും ചെല്ലിക്കേ അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാന്ന് വിളിക്കുന്ന ഒരവസ്ഥ ഈ ലോകത്തുണ്ടാവൂല. അതിനകത്തൊരു സിറ്റുവേഷൻ ചിന്തിച്ചു നോക്ക്. അപ്പോൾ ഈ ലോകം അവസാനിക്കും. അപ്പോഴാണ് സൂറെന്ന കാഹളത്തിൻ്റെ ഊത്ത് കടന്നു വരിക. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാവരെയും മരിപ്പിക്കുന്ന കോലമാണ് ഈ പറയുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, മാ ആയതു തുലൂഇ ശംസി യാ റസൂലല്ലാഹ്. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു ആണ് ചോദ്യകർത്താവ്. അല്ലാഹുവിന്റെ റസൂലേ, സൂര്യന് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിൻ്റെ അടയാളം എന്താണ്? സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കോ? അതിൻ്റെ അടയാളം എന്താ? فقال رسول الله صلى الله عليه وسلم تطول الليلة قدر ليلتين. അതിൻ്റെ തലേ ദിവസത്തെ രാത്രി 2 രാത്രിയുടെ ദൈർഘ്യതയുണ്ടാകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി നേരം വെളുക്കുന്നില്ലല്ലോ എന്ന് പറയാം ആളുകൾ. രാത്രി ഇങ്ങനെ ദൈർഘ്യത, 2 രാത്രിയുടെ ദൈർഘ്യത ഉണ്ടാകും. അവസാനം വരുമ്പോൾ നേരം വെളുക്കും. അന്നൊരു വെള്ളിയാഴ്ചയായിരിക്കും. സൂറെന്ന കാഹളത്തിൻ്റെ ഊത്ത് കടന്നു വരും. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. എല്ലാം ഒരുമിച്ചായിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. ആ കാലഘട്ടത്തിൽ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിനു മുമ്പ് മുഅ്മിനീങ്ങളൊക്കെ മരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈമാൻ വേണമെന്ന് എപ്പോഴും ദ്വാരക്കണം. സാരകാരിയല്ല. തതൂലുൽ ലൈലത ഖദ്റ ലൈലതൈൻ. ഇപ്പം നമുക്ക് രാത്രിയൊക്കെ പെട്ടെന്ന് കഴിയും. 2 മണിക്കൂർ 3 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കഴിയാൻ. അത് തന്നെ ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. ഹദീസില്ലേ? എല്ലാത്തിനും ഹദീസാണ്. സമയമില്ല നമുക്ക് ഇതെല്ലാം കൂടി ഓതി പറയാൻ. قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يتقارب الزمان. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബ ഒരു കാലഘട്ടം കടന്നു വരും. അന്ന് കാലം ചുരുങ്ങുമേ. 2018 നമ്മൾ വിട പറഞ്ഞു പോയില്ലയോ? ഒരു മാസം പോലെ നമുക്ക് തോന്നുന്നില്ലയോ? 19 കടന്നു വന്ന് ജനുവരി ഇതാ തീരാ പോകുകയല്ലയോ? എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത്, എത്ര പെട്ടെന്നാണ് മാസങ്ങൾ പോകുന്നത്, എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ പോകുന്നത്. ബർത്ത്ഡേ ആഘോഷിക്കുന്നവരില്ലയോ? ഒരു കൊല്ലം കഴിഞ്ഞു, അടുത്ത കൊല്ലം ഇതാ കടന്നു വരുന്നു. റമളാൻ കഴിഞ്ഞു, അടുത്ത റമളാൻ ഇതാ പടിവാതിക്കലെത്തിയിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് മാസങ്ങൾ നമ്മൾ നിന്ന് കഴിഞ്ഞു പോകുന്നത്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സ്സാഅ ഹത്താ
يتقارب الزمان കാലഘട്ടം അടുത്തടുത്ത് വരുന്നത് ലോകാവസാനത്തിന് അടയാളമാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു വർഷം ഒരു മാസമായി തോന്നുന്നില്ലയോ? ഒരു മാസം ഒരാഴ്ചയായി തോന്നുന്നില്ലയോ? ഒരാഴ്ച ഒരു ദിവസമായി തോന്നുന്നില്ലയോ? ഒരു ദിവസം ഒരു മണിക്കൂറായി തോന്നുന്നില്ലയോ? ഒരു മണിക്കൂർ ഒരു മിനിറ്റായി തോന്നുന്നില്ലയോ? ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി തോന്നുന്നില്ലയോ? ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തഖൂമു സ്സആ ഹത്താ യതഖാറബ الزمان. കാലഘട്ടം അടുക്കുകയാണ്, ചുരുങ്ങുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. 2018 പെട്ടെന്നാണ് ഇവിടെ പറഞ്ഞു പോയത് എന്ന് ലോകത്തോട് പറയുന്ന മനുഷ്യ, ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ തീരാൻ പോവാൻ, അടയാളങ്ങളൊക്കെ വന്നു, ഒക്കെ തീരാൻ പോവാണ്. കുറേ പേർക്ക് കൊണ്ട് നല്ല ബർക്കത്തിന് സീറ്റ് വന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഉസ്താദെ, ഞങ്ങൾ എന്തായാലും ഫുട്ബോൾ കളി കാണാൻ പോകുന്നവരെ ഇരുത്താൻ പറ്റൂലല്ലോ ഉസ്താദെ എന്ന് പറയുന്നവരുണ്ടാവും. എനിക്ക് വേണ്ടി ഇങ്ങനെ സീറ്റ് ഇട്ടിരിക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒന്നുകൂടെ മുമ്പോട്ട് കയറിയിരുന്നോളി കുറച്ച് പോലെ. അവിടെ ആ ബാക്കിലൊക്കെ സീറ്റ് കിടപ്പുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിങ്ങളെ സംഘാടനം ജലീൽ നല്ലപോലെ വിളിക്കും. നീ ക്ഷണിക്കാത്തതുകൊണ്ടാണ്, ക്ഷണിച്ചാലല്ലേ വരുള്ളൂ. മുമ്പോട്ട് കയറിയിരുന്നോളൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഒഴിവുള്ള കസേരയിലേക്ക് കൊണ്ട് ഒരുപാട് എടുക്കണ്ട പൊന്നുമോനെ, എടുത്തിരുന്നോളൂ. ഒഴിവുള്ള കസേരയിലേക്കൊന്ന് കയറിയിരിക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആ ബാക്കിലെ സീറ്റിലേക്കൊന്ന് പോയിരുന്നോളീൻ. അവിടെ ആ ഭാഗത്തിരിക്കുന്നവരൊക്കെ മോമിനിങ്ങളല്ലേ, പറഞ്ഞാൽ അനുസരണയുള്ളവരാണ് മോമിനിങ്ങൾ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഈമാനുള്ളവർ ആ ബാക്കിൽ വന്നിരുന്നോളീ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വരും. അപ്പോഴാണ് ലോകാവസാനം ഉണ്ടാവുക. ഈ ലോകത്തുള്ള സർവരെയും അള്ളാഹു മരിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടിയാണല്ലോ അള്ളാഹു സൂറന്ന കാഹളത്തെ പടച്ചത് തന്നെ. തുറന്ന കാഹളത്തെ പടച്ചിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്. 3 ഊതലാണ് സൂറന്ന കാഹളത്തിലുള്ളത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്ന് നഫ്ഖത്തുൽ ഫസ്അ്, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്ത്. രണ്ടാമത്തത് നഫ്ഖത്തുസ് സഇഖ്, സർവരെയും മരിപ്പിക്കാനുള്ള ഊത്ത്. മൂന്നാമത്തത് നഫ്ഖത്തുൽ ബഅസ്, സർവരെയും പുനർജീവിപ്പിക്കാനുള്ള ഊത്ത്. ഖബറിൽ കിടക്കുന്നവരെ പുനർജീവിപ്പിക്കുക, മഹ്ശറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഊതൽ. ഇങ്ങനെ 3 ഊതലാണ് ഉലമാ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലൊന്നാമത്തെ ഊത്ത് സൂറത്തു നംലിലും, രണ്ടാമത്തെ ഊത്ത് മൂന്നാമത്തെ ഊത്തും കൂടി സൂറത്തു സുമറിലും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. സൂറന്ന കാഹളത്തിലുള്ള ഊത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, മസ്സൂർ യാ റസൂലല്ലാഹ്. നബിയേ സൂറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? സൂറിനെ കുറിച്ചൊന്ന് വിശദീകരിക്കണേ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഹുവ ഖറുനും മിൻ നൂർ, അത് പ്രകാശത്താലുള്ള കുഴലാണ് സ്വഹാബ, പ്രകാശത്താലുള്ള കുഴലാണ് സ്വഹാബ. വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവേതൊരു തമ്പുരാന്റെ കൈകളിലാണോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ, അതിൻ്റെ നീളമുണ്ടല്ലോ, അതിൻ്റെ വ്യാസമുണ്ടല്ലോ, 7 ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമാണ് സൂറെന്ന കാഹളമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതാണ് സൂറെന്ന കാഹളം. അപ്പോൾ മനസ്സിലായല്ലോ, അതിലൂടെ ഊതിയാൽ പിന്നെ കേൾക്കാത്ത ആരുമില്ല, എല്ലാവരുടെയും ചെവിയിലെത്തും. നമ്മൾ ചിന്തിക്കുക, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ തന്നെ സൃഷ്ടിച്ചു.
ഇസ്രാഫീൽ അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ജോലി എന്താ? ഈ സൂറെന്ന കാഹളത്തിൽ ഊതുക. വേറെയും ജോലികൾ അദ്ദേഹത്തിന് പറയപ്പെടുന്നുണ്ട് ഉലമാ. നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മ തിന്മകൾ എടുത്തു വെക്കുന്ന ജോലി ജിബ്രീലിനും, അത് നോക്കൽ കൃത്യമാണോ എന്ന് നോക്കൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനുമാണ് എന്ന് ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പലവിധ ജോലികൾ ഉണ്ട് എങ്കിലും മർമ്മപ്രധാനമായ ജോലി, നമ്മൾ മദ്രസ തലം മുതൽ പഠിച്ചിട്ടുള്ള ജോലി സൂറെന്ന കാഹളത്തിൽ ഊതുകയാണ്. 3 ഊത്തൂതാൻ വേണ്ടി ഒരു മലക്കിനെ പടച്ചു. അപ്പോൾ ആ ഊത്ത് എത്രമേൽ കാഠിന്യമുള്ള ഊത്തായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കില്ല വെളിച്ചെണ്ണയുടെ ചോറുപ്പിൽ ഇങ്ങനെ ഊന്നോലല്ല, നിസ്സാര കാര്യമല്ല ഊത്ത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാതി വൽ അർദ് ഖലഖസ് സൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം ഖലഖസ്സൂർ, സൂറിനെ അല്ലാഹു സൃഷ്ടിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം മൂന്നാമതായി അല്ലാഹു സൃഷ്ടിച്ചത് സൂറെന്ന കാഹളത്തെ ആണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം ഈ ആകാശത്തെ തകർക്കാൻ സൂറ് വേണം, ഈ ഭൂമിയെ തകർക്കാൻ സൂറ് വേണം, അതിലുള്ള സർവ്വ ജീവജാലങ്ങളെയും തകർക്കാൻ സൂറ് കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി അല്ലാഹു സൂറെന്ന കാഹളത്തെ മൂന്നാമതായി പടച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി. സൂറെന്ന കാഹളം അതിനെ പടച്ചത് മൂന്നാമതാണ്. ആകാശം ഭൂമി, പിന്നെ മൂന്നാമത്തെ സൃഷ്ടിപ്പ് സൂറെന്ന കാഹളമാണ്. അതിലേക്ക് ഊതാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ വെച്ചു. എന്ന് മുതലാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം അതും ഘടിപ്പിച്ച് നിൽക്കുന്നത്? സുബ്ഹാനല്ലാഹ്, എന്ന് മുതൽ ഇസ്രാഫീലിനെ സൃഷ്ടിച്ചോ അന്ന് മുതൽ ഈ ഊത്തും വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, കാത്തു നിൽക്കുക. ഇതുവരെ ഊതിയിട്ടില്ല, അത് മനസ്സിലാക്കണം. ഒരു ഊത്തെങ്കിലും കഴിഞ്ഞെങ്കിൽ കുറച്ച് വിശ്രമിക്കുക. ഊതാൻ പോകുന്നുള്ളൂ, ഇനിയാണ് ഊത്ത് വരുന്നത്. 3 ഊത്തും ഇനി നടക്കാനിരിക്കുന്നതാണ്. ഇത്രയും കാലഘട്ടമായിട്ട് ആ ഊത്ത് വന്നിട്ടില്ല, ഇനി വരാൻ പോവാൻ. ഇതൊക്കെ അറിയണ്ടേ, സമൂഹം അറിയണ്ടേ, ലോകം അറിയണ്ടേ, ദീൻ പഠിക്കണ്ടേ, നമ്മൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കണ്ടേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, കൈഫ തുഇമൂ കൈഫ തുഇമൂ وصاحب القرن قد التقم القرنا وهوى جبهته وصغى سمعه إلى العرش متى يؤمر بالنفخاء. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കെ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് സഹാബ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുക, എങ്ങനെയാണ് പാനീയങ്ങൾ ആസ്വദിച്ചുകൊണ്ട് കുടിക്കാൻ പറ്റുക? വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർനാ, സൂറെന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ ഉടമസ്ഥൻ നിലകൊള്ളുവേ, അഥവാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിലേക്കുള്ള വിനയത്തെ നിമിത്തമായി നെറ്റിത്തടം താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിലേക്ക് തന്റെ കർണപുടത്തെ സാഗൂതം ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ്. എപ്പോഴാണ് പടച്ച റബ്ബ് ഊതാ പറയുക, എപ്പോഴാണ് ഊതലിന് വേണ്ടിയുള്ള കൽപ്പന വരുക, അതിനു വേണ്ടി കാത്തുകൊണ്ട് നിലകൊള്ളുകയാണ്. ഇങ്ങനെ നിലകൊള്ളേ, എങ്ങനെയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് പറ്റുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കാരണം സൂറെന്ന കാഹളത്തിന്റെ ഊത്ത് ഏത് സമയത്തും എപ്പോഴും പ്രതീക്ഷിക്കാമേ. അല്ലാഹുവിന്റെ റസൂല് ഭയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്.
പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുകയാണ്, ശിബിത്തയാ റസൂലല്ലാഹ്, നബിയേ നബിയേ, മുടിയഴകൾ നരച്ചു പോയല്ലോ നബിയേ, നരയ്ക്കുന്നുണ്ടല്ലോ റസൂലേ. 19 മുടിയിഴകൾ അള്ളാന്റെ റസൂലിൻ്റെത് ജീവിതത്തിൽ നരച്ചിട്ടുണ്ട്. 19 മുടിയിഴകൾ നരച്ചത് കണ്ടിട്ട് അബൂബക്കർ തങ്ങൾ ചോദിക്കുകയാ, അള്ളാന്റെ റസൂലേ, മുടികൾ നരയ്ക്കുന്നുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, ഖിയാമത്ത് നാളിന്റെ ഭീകരമാകുന്ന ആയത്തുകൾ അത് കേട്ടിട്ടാണ് സാബാ എന്റെ മുടിയറകൾ നരച്ചു പോയത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ശയ്യബതിനി ഹൂദ് വഖവാതുഹാ. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ഹൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം ചുട്ടുവെക്കുന്ന എന്നോട്, നോമ്പുകൾ കൃത്യമായി പിടിക്കുന്ന എന്നോട്, സകാത്തുകൾ കൊടുക്കുന്ന എന്നോട്, ഹജ്ജ് ചെയ്തിട്ടുള്ള എന്നോട്, പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് പരിപൂർണമായി നിലകൊണ്ടിട്ടുള്ള എന്നോട് അല്ലാഹു പറയുകയാ, ഫസ്തഖിം കമാ ഉമിർത. നബിയേ നബിയേ, കൽപ്പിക്കട്ടതുപോലെ നിലകൊള്ളണേ നബിയേ. എന്താണോ ഞാൻ കൽപ്പിച്ചത് അതേ പ്രകാരം നിലകൊള്ളണേ എന്ന് അല്ലാഹു എന്നോട് കൽപ്പനയുടെ സ്വരം പറഞ്ഞപ്പോ എന്റെ മുടിയറകൾ നരച്ചുപോയി സാബാ. ഖിയാമത്ത് നാളിന്റെ ഭീകരത ഓർത്തുകൊണ്ട്, അതിന്റെ ആയത്തുകൾ ഓർത്തുകൊണ്ട് എന്റെ മുടിയറകൾ നരച്ചുപോയി എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി. കാരണം സൂറന്ന കാഹളത്തിന്റെ ഊത്ത് ചെറുതല്ല സാബാ, ചെറുതല്ല സാബാ. അല്ലാഹുവിന്റെ റസൂല് സൂറത്തുൻ നംലൂദി ലോകത്തിന്റെ നായകൻ ഓർമ്മപ്പെടുത്തുകയാണ്, വയൗമ യുൻഫഖു ഫിസ്സൂർ, വയൗമ യുൻഫഖു ഫിസ്സൂർ ഫഫസിഅ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ് വകുല്ലുൻ നതൂഹു ദാഖിരീൻ. സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ആകാശഭൂമികളിലുള്ള സർവ്വസൃഷ്ടിജാലങ്ങളും അത് കേട്ടുകൊണ്ട് പേടിക്കുമേ, ഭയചകിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തുമേ. പരിശുദ്ധമായ ഖുർആനിൽ വിവിധ ആയത്തുകളിൽ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയതാണ്, മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ തന്റെ പ്രിയപ്പെട്ട മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുട്ടികളെ ദൂരേക്ക് വലിച്ചെറിയുമേ. ഖിയാമത്ത് നാളിന്റെ ഭീകരതയാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഗർഭിണികളാകുന്ന സഹോദരിമാർ, ഗർഭിണികളാകുന്ന ഒട്ടകങ്ങൾ അതിന്റെ സമയമെത്തുന്നതിന് മുമ്പ് സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്ത് കേട്ടുകൊണ്ട് പ്രസവിച്ചു പോകുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. അതാണ് ഒന്നാമത്തെ ഊത്തെന്ന് പറഞ്ഞാൽ. അത് ഒന്നൊന്നര ഊത്താണ്. എല്ലാ ഊത്തും അങ്ങനെ തന്നെ. മൊത്തത്തിൽ എത്ര ഊതലുണ്ട്? 3 ഊതൽ. അതിൽ ആദ്യത്തെ ഊതലാണത് നഫ്ഖത്തുൽ ഫസ്അ്, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. അത് നമ്മുടെ വിഷയമല്ല, നമ്മുടെ വിഷയം അടുത്ത ഊത്താണ്, മരണമാണ്. അതുകൊണ്ട് അടുത്ത ഊത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ഊത്തിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഭാഗം ഖിയാമത്ത് നാളിനെക്കുറിച്ച് വിശദീകരിച്ചത്, ഖിയാമത്ത് നാളിൻ്റെ അലിവലികൾ എന്നൊക്കെ പറഞ്ഞ് വിനീതൻ പറഞ്ഞ വിഷയം തന്നെ യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ആയത്തിലേക്ക് വരികയാണ്. അതാണ് നമ്മുടെ വിഷയം. എല്ലാവരും മരിക്കുമെന്നുള്ളത് ജനങ്ങൾക്കിടയിൽ ഒന്ന് സുദൃഢമാക്കുക, അതാണ് ദലീൽ കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ ആയത്തതാണ്, നല്ലതുപോലെ ശ്രദ്ധിക്കും. ഒന്നാമത്തെ ഊത്തിലൂടെ സർവരെയും പേടിപ്പിക്കും. എത്ര നാളാണ് പേടിച്ച് നിലകൊള്ളുന്നത്? 40 സനത്തൻ, 40 കൊല്ലം സയ്യിദുനാ റസൂലുള്ളാഹി. 40 കൊല്ലമാണ് ഒന്നാമത്തെ ഊത്തിൻ്റെയും രണ്ടാമത്തെ ഊത്തിൻ്റെയും ഇടയിലുള്ള ദൈർഘ്യത, അതിനിടയിലുള്ള സമയം ചിന്തിച്ചു നോക്ക്. ആ 40 കൊല്ലം എന്താ ചെയ്യുക മുസ്ലിയാരെ? ഓട്ടം തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. തങ്ങളവരെ കാണുമ്പോൾ കള്ളു കുടിച്ചുകൊണ്ട് ലക്കും ലഗാനുമില്ലാത്ത ജനത്തെ പോലെ തങ്ങൾക്ക് കാണാം. പക്ഷെ വമാഹും ബിസുക്കാറ, അവർ കള്ളു കുടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്താ? വലാകിന്ന അദാബല്ലാഹി ശദീദ്. മഹ്ശർ ഓർത്തുകൊണ്ട്, അതിൻ്റെ ഭയാനകത ഓർത്തുകൊണ്ട്
ആകെ മരവിപ്പായിട്ട് ഓടുകയാണ്. അള്ളാഹു ആ സമൂഹത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവസാന കാലഘട്ടം എത്തുമ്പോൾ നമ്മൾ മോമിനികളുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഈമാൻ വേണമെന്നുള്ള ദുആ എപ്പോഴും ഉണ്ടാവണം, അല്ലെങ്കിൽ പോയി. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. സർവ്വ വിപത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഊത്ത് 40 കൊല്ലങ്ങൾ ജനങ്ങൾ പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ ഊത്ത് വരും. രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചും മൂന്നാമത്തെ ഊത്തും ഒരൊറ്റ ആയത്തിലൂടെ സൂറത്തു സുമറിൽ അള്ളാഹു ഓർമ്മപ്പെടുത്താൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫസഇഖ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതായ സർവ്വ സൃഷ്ടിജാലങ്ങളും ആ ഊത്തിലൂടെ മരിച്ചു വീഴുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ആകാശഭൂമികളിലുള്ള സർവരും ആ ഊത്തിലുടങ്ങ് മരിക്കും. ആകാശഭൂമിയിലുള്ളവർ, ആകാശത്തുള്ളവർ, ഭൂമിയിലുള്ളവർ. ആകാശത്തുള്ളവരാരാ? ആകാശത്തുള്ളവരാരാണ്? ഒന്ന് രണ്ടും പേരാണോ മലക്കുകൾ? സുബ്ഹാനല്ലാഹ്. ഹദീസ്, അടുത്ത ഹദീസ് ശ്രദ്ധിച്ചോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫിസ് സമാഇ മൗദിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആകാശ ലോകത്തൊരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല. ഇല്ലാ വഫീഹാ മലായിക, അവിടെയെല്ലാം മലക്കുകളാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഫിസ് സമാഇ മൗദിഉ ഖദമിൻ, ആകാശ ലോകത്ത് ഒരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല. ഇല്ലാ വഫീഹാ മലായിക, അവിടെ ഒക്കെ ആരുണ്ട്? മലക്കുകളുണ്ട്. ഓരോ ചവിട്ടടിയിലും ഓരോ മലക്ക്. അപ്പോൾ ഓർത്ത് നോക്കിയേ, 7 ആകാശം, എത്ര മലക്കുകളാണ്? ആ മലക്കുകളും ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും, മനുഷ്യരുണ്ട്, സർവ്വ ജീവജാലങ്ങളും ഒക്കെ തീരുകയാണ്. ആ ഊത്തോടുകൂടി എല്ലാം മരിച്ചു വീഴും. ആദ്യത്തെ ഊത്തോടുകൂടി പേടിച്ച് നിലകൊള്ളുക 40 കൊല്ലം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഊത്തോടുകൂടി ഒക്കെ മരിപ്പിക്കുക. കഴിഞ്ഞു, എല്ലാവരും കഴിഞ്ഞ് അങ്ങനെ നിൽക്കാൻ. പക്ഷെ ഖുർആൻ പറയാണ്, ഇല്ലാ മാ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ, അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ. അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ഈ ഊത്തിലൂടെ മരിക്കും, രണ്ടാമത്തെ ഊത്തിലൂടെ. അപ്പം എന്താ, ആ ബാക്കിയുള്ളവർ മരിക്കൂലേ? അവരാരാ? ഒന്ന് മഹാനായ ജിബ്രീൽ. അതൊക്കെ പറയും. മങ്കൂസ് മൗലവി കേൾക്കുവാണെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം. കാരണം ഇത് കഴിഞ്ഞ കൊണ്ട് നെയ്ച്ചോറും ബീഫും മട്ടൻ ഇരിപ്പുണ്ട് റാഹയായിട്ട്. ഇപ്പോൾ ഉറക്കെ നമുക്ക് പറയാൻ മടി. ഉറക്കെ പറഞ്ഞോ, സയ്യിദുന ജിബ്രീൽ, മീകാഈൽ, ഇസ്രാഫീൽ, അസ്റായീൽ അലൈഹിമുസ്സലാം. ഈ 4 മലക്കുകൾ ഒഴികെ. ഒരു റിവായത്തിലുണ്ട് അർവാഹു ശുഹദാ, ഈ ശുഹദാക്കളുടെ ആത്മാക്കൾ ഒഴികെ. മറ്റൊരു റിവായത്തിലുണ്ട് ഹഫളത്തുൽ മലായിക, അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന മലക്കുകൾ ഒഴികെ. പ്രബല അഭിപ്രായം ഈ 4 മലക്കുകളാണ്. ആരൊക്കെ? ജിബ്രീൽ, മീകാഈൽ, ഇസ്രാഫീൽ, അസ്റായീൽ. ഈ 4 മലക്കുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ മരിക്കും. ആ ഊത്തിലൂടെ, രണ്ടാമത്തെ ഊത്തിലൂടെ ഒക്കെ മരിക്കും. ബാക്കിയുള്ള മലക്കുകളും മരിക്കും, ബാക്കിയുള്ള ജീവജാലങ്ങളും എല്ലാവരും മരിക്കും. ഈ 4 പേരെന്താ മരിക്കൂലേ? മരിക്കും, അവരും മരിക്കും. അത് തന്നെയാണ് നമ്മുടെ വിഷയം. അവർ പോലും ഈ ലോകത്ത് ശാശ്വതത്വമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും.
فيقول الله تبارك وتعالى الله سبحانه وتعالى ജിബ്രീലിനോട് പറയുമത്രേ മുത്തയാ ജബറായീൽ അല്ലയോ ജിബ്രീലേ നീ മരിക്കണേ ഫയമൂതു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ മരണത്തെ പുൽകുമേ. ജിബ്രീലിന്റെ ആത്മാവിനെ അസ്റായീൽ അലൈഹിസ്സലാം പിടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീലിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാ മുത്തയാ ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാം മരിച്ചാൽ പിന്നെ അടുത്ത ഊത്തൂതൻ്റെ ഉസ്താദേ, അടുത്ത ഊതണം. ഇപ്പം മരണത്തിൻ്റെ രുചി അറിയണം. മരിച്ചതിന് ശേഷം പിന്നീട് പുനർജീവിപ്പിക്കുന്നത് ആദ്യം ആരെ? ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോൾ ഊതുമ്പോൾ ആദ്യം എഴുന്നേറ്റ് വരുന്നത് സൃഷ്ടികളിൽ അന അവ്വലു മൻ യൻഷഖുൽ ഖബറു, എന്നിൽ നിന്ന് ഖബർ പിളർന്നുകൊണ്ട് ആദ്യമായി എഴുന്നേൽക്കുന്നത് ഞാനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആദ്യത്തെ ഊത്ത് പറഞ്ഞ സൃഷ്ടികളിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണത്തിൻ്റെ വേദന കൊടുക്കണം. അള്ളാഹു പറയുന്നു മുത്തിയ ഇസ്രാഫീലെ നീ മരിക്കണം. ഫയമൂതു ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇതാ മീകായിൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ് മുത്തിയാ മീകായിൽ, അല്ലയോ മീകായിലേ നീയും മരിക്കൽ അനിവാര്യമാണ്. ഫയമൂതു മീകായിൽ അലൈഹിസ്സലാമും മരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. അവസാനമായി അസ്റായീൽ മാത്രമാണ് ബാക്കിയുള്ളത്. അസ്റായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുകയാണ് മനിൽ ബാഖി യാ അസ്റായീൽ, ആരാണ് ബാക്കിയുള്ളത് അസ്റായീലേ? ആരാണ് ബാക്കിയുള്ളത് അസ്റായീലേ? അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ അല്ലാഹുവിനോട് പറയുകയാണ് അബ്ദുകൽ ഫാനി യാ അല്ലാഹ്. അല്ലാഹുവേ പടച്ചറബേ, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്. നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്. അസ്റായീൽ അലൈഹിസ്സലാമിനും കാര്യം മനസ്സിലായി. കാരണം എല്ലാ മലക്കുകളും വഫാത്തായിരിക്കുകയാണ്, എല്ലാ മുർസലീങ്ങളും വഫാത്തായിരിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി എന്നെ ബാക്കിയാക്കുകയില്ല. അതുകൊണ്ട് തന്നെ അസ്റായീൽ വിളിച്ചു പറയുകയാ അബ്ദുകൽ ഫാനി യാ അല്ലാഹ്, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് പടച്ചറബേ എന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു തീരുന്ന താമസം ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീലിനോട് പറയുകയാണ് ലാ ബുദ്ദ മിൻ മൗതിക യാ മലക്കൽ മൗത്ത്, അല്ലയോ മലക്കുൽ മൗത്ത് അസ്റായീലേ നീയും മരിക്കൽ നിർബന്ധമാണ്, നീയും മരിക്കൽ അനിവാര്യമാണ്. നിനക്കും മരണത്തെ തൊട്ട് വിടുതലില്ല, നീയും മരിക്കൽ നിർബന്ധമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന വരക്കുളത്തുള്ള ഉമ്മമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, പഠിച്ചു വെക്കണേ, ഉൾക്കൊള്ളണേ. ഈ ലോകത്തുള്ള സർവ്വസൃഷ്ടിജാലങ്ങളുടെയും ആത്മാവിനെ പിടിക്കുന്ന അസ്റായീൽ പോലും മരണത്തിൽ നിന്ന് ഒഴിവല്ല. ഫയദ്ഹബു ഇലാ മൗളിഇൻ ബൈനൽ ജന്നതി വന്നാർ. ഹബീബായ നബി തങ്ങളെ പറയുകയാണ് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസ്റായീൽ പോകുമത്രേ. ഫയസിഉ മിൻഹു റൂഹഹു, സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. നഊദു ബില്ലാഹ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അട്ടഹസിക്കുകയാണ്, വേദന കൊണ്ട് പൊളയുകയാ. ഫയസീഹു സയ്ഹാ, വല്ലാത്തൊരു അട്ടഹാസമാണ്, വല്ലാത്തൊരു ശബ്ദകോലാഹലമാണ്. അസ്റായീൽ അലൈഹിസ്സലാം ഇവിടെ പറയുമ്പോ അസ്റായീൽ വിളിച്ചു പറയുമത്രേ അല്ലാഹുവേ പടച്ച റബ്ബേ,
ഇത്ര വലിയ വേദന മരണത്തിനുണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫഖി യാ അല്ലാഹ്. മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ ഞാൻ വളരെ മയത്തോട് കൂടിയല്ലാതെ പിടിക്കുമായിരുന്നില്ല അല്ലാഹ്. മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ കൂടുതൽ മയത്തോട് കൂടിയല്ലാതെ പിടിക്കുമായിരുന്നില്ല അല്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ടാണ് അസ്റായിൽ വിട പറയുക എന്ന് നബിയോനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, കള്ളു കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവരെ, ഹറാമ് ഭുജിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരെ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന യുവത്വമേ, സിനിമാ പാട്ടുകൾ കണ്ടുകൊണ്ടും രസിച്ചുകൊണ്ടും രാത്രിയുടെ യാമങ്ങളെ രസിപ്പിക്കുന്നവരെ, കള്ളി നീക്കുന്ന യുവത്വമേ, യുവതികളെ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. കാരണം ഇതാ മരണം അടുത്തു വന്നിരിക്കുകയാണ്. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ ചെരുപ്പിന്റെ വാറ നിന്റെ കാലിനോട് എത്രമാത്രം അടുത്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ കൂടുതൽ നീ മരണത്തോട് അടുത്തിട്ടുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ ചെറുപ്പക്കാരാണ് നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു പോകുന്നത്. എത്രയോ പ്രായമുള്ള ആളുകളാണ് പ്രയാസപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല. മരണത്തിന് അപകടങ്ങളിൽ പെട്ട് മരിക്കുന്നവരില്ലയോ, പ്രളയത്തിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയവരില്ലയോ, അനാഥത്വത്തിലേക്ക് വഴിതെളിച്ചവരില്ലയോ, മക്കളെ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളില്ലയോ. അതുകൊണ്ട് മരണം സുനിശ്ചിതമാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധമുണ്ടാവണേ, യാഥാർത്ഥ്യ ബോധമുണ്ടാവണേ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും എല്ലാ ആത്മാവും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും ആത്മാവിനെ പിടിച്ച അസ്റായിൽ പോലും മരണത്തിൽ നിന്ന് മുക്തമല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണമുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ഒരാളും അതിൽ നിന്ന് ഒഴിയൂല, ഒരൊറ്റ വ്യക്തി ഒഴിയൂല. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കാമീൻ പറയും മടിക്കണ്ട, അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. കൊച്ചുകുട്ടികൾ, പ്രായം ചെന്ന കൊച്ചുകുട്ടികൾ പോലും മരിക്കുന്നില്ലേ? കൊച്ചുകുട്ടികൾ, വലിയ പ്രായമൊന്നും വേണ്ട. എൻ്റെ കണ്ണൂർ കടലായി എന്ന് പറയുന്ന ദേശത്ത് 2 ആഴ്ച മുമ്പ് വയലിന് പോയപ്പോൾ ഒരു പാവപ്പെട്ട ഉമ്മ ഒരു കത്തുമായിട്ട് വന്നു. ഹിഫ്ദിന് പഠിക്കുന്ന മകനാണ്, കൊച്ചുകുട്ടിയാണ്, 2 മാസമായിട്ടുള്ള ഹിഫ്ദിന് വിട്ടിട്ട്. ആ പൊന്നുമോന് മാരകമാകുന്ന ക്യാൻസറാണ്. അള്ളാഹു പരിപൂർണ്ണ ശമനം നൽകട്ടെ. ആരെയൊക്കെയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്? ഇൽമിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച കുട്ടിയാണ്. പക്ഷെ അള്ളാഹിൻ്റെ പരീക്ഷണം ചെറിയ പരീക്ഷണമല്ല. അപ്പം നമുക്കോ, നമ്മൾ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും അടിമപ്പെട്ട യുവത്വം, ഇപ്പോഴും സിഗരറ്റ് ചുണ്ടിൽ നിന്ന് എടുക്കാത്തൊരവസ്ഥ. വയലിൻ്റെ സദസ്സിൽ പോലും ചെറിക്കടയിൽ ചുണ്ടിനിടയിൽ പാൻപരാഗ് തിരികെ വെച്ച് കൊണ്ടുവരുന്നൊരവസ്ഥ. അള്ളാഹുവിൻ്റെ പള്ളിയുടെ അകത്തളത്തിൽ പോലും പരിശുദ്ധമാക്കപ്പെട്ട ജുമുഅ നടക്കാൻ ഇമാം മിമ്പർ എന്നുകൊണ്ട് ഇത്തഖുള്ള പടച്ചറബിനെ പേടിക്കണേ എന്ന് ഘോരഘോരം പ്രഭാഷണം നടത്തുമ്പോഴും 2ാം നിലയിൽ ഇരുന്നു കൊണ്ട് എക്സെൻഡർ ഓൺ ചെയ്തിട്ട് കൂട്ടുകാർക്ക് ബ്ലൂ ഫിലിമുകൾ സെൻഡ് ചെയ്തു കൊടുക്കുന്ന ചെറുപ്പക്കാരുള്ള കാലഘട്ടമല്ലേ ഇത്? ഇത്തഖുള്ള പടച്ചറബിനെ പേടിക്കണേ എന്ന് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ 2ാമത്തെ നിലയിരുന്നു കൊണ്ട് കണ്ട സിനിമകളെ കുറിച്ചും സിനിമാ പാട്ടുകളെ കുറിച്ചും കൂട്ടുകാരുമായി ഷെയർ ചെയ്തുകൊണ്ട് വർത്തമാനം പറഞ്ഞ് രസിക്കുകയും രമിക്കുകയും ചെയ്ത് കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന യുവത്വമല്ലേ ഇത്? ഇത്തഖുള്ള എന്ന തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന സമയത്ത് പോലും തൻ്റെ ചുണ്ടിനിടയിലെ പാൻപരാഗ് തിരികെ വെച്ച് അവസാനം ഇഖാമത്ത് മുഅദ്ദിൻ കൊടുക്കുന്ന സമയത്ത് അതേ പാൻപരാഗ് എടുത്തുകൊണ്ട് ചുരുട്ടി ഒരു കവറിലാക്കി പോക്കറ്റിൽ വെച്ച് നിസ്കാരം കഴിയുമ്പോൾ വീണ്ടും ചുണ്ടിലേക്ക് എടുത്തു വെക്കുന്ന ഒരു സമൂഹമായി മുസ്ലിം സമുദായത്തിലെ യുവത്വം മാറിയില്ലേ? അള്ളാഹുവിൻ്റെ പള്ളിയുടെ അകത്തളത്തിൽ പോലും പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ആദർശങ്ങളെ, ആശയങ്ങളെ വെല്ലുവിളിക്കുന്ന ഇത്തരത്തിലുള്ള യുവത്വമേ, മരിക്കുമെന്നുള്ള ഒരു ബോധം നിനക്കില്ലേ? നാളെ ഈ ലോകത്തുനിന്ന് വിട പറയുമെന്നുള്ള ഒരു ചിന്ത നിന്റെ മനസ്സിൽ നിന്ന് പോയോ? അതല്ല, നീ അഹങ്കാരിയാണോ? നീ ഫിർഔനിനെ പോലെ ദാർഷ്ട്യതയുള്ളവനാണോ? ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഉടമയായി നീ മാറിയോ? മരിക്കൂല എന്നുള്ള ഒരു ബോധത്തിലാണ് നിൽക്കുന്നത്. ഒരിക്കലും വേണ്ട.
ഈ ലോകത്തങ്ങനെ നിലകൊള്ളുമായിരുന്നെങ്കിൽ ഈ ഉലകം തന്നെ സൃഷ്ടിക്കാൻ കാരണദൂതനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലകൊണ്ടേനെ. ആ പ്രവാചകർ പോലും നമ്മളിന്ന് വേർപിരിഞ്ഞു പോയിട്ട് വർഷങ്ങൾ എത്രയാ, ചിന്തിച്ചു നോക്ക്.